വേറൊരു വിഷയം, ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. നമ്മുടെ CAA ഇത് കഴിഞ്ഞ ദിവസം തന്നെ വരികയാണ്. അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇനി ഏതാനും ദിവസങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് പോവുകയാണ്. ഇത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം UDF അനുകൂലമാകുമോ, കേരളത്തിൽ LDF അനുകൂലമാകുമോ? അല്ല, അത് LDF UDF ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വളരെയധികം പണിപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഘടകമാണ്. UDF LDF രണ്ടുപേരും ഇതിൽ മത്സരിക്കുകയാണ്. ഈ CAA എതിർക്കുന്നതിൽ രണ്ട് മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് സത്യത്തിൽ കേരള ഗവൺമെൻറ് അല്ല നമുക്ക് പാസ്പോർട്ട് ഇഷ്യൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ. അത് പാസ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഈ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്താണ് പൗരത്വ നിയമത്തിൻ്റെ പ്രധാന ജോലി. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഈ പാസ്പോർട്ട് എനിക്ക് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് നടപ്പാക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്. കേരള ഗവൺമെൻറ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഓരോരുത്തരും ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പോൾ അത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഘട്ടത്തിൽ ഹിന്ദു വോട്ടുകളെ മാത്രമല്ല, ഇപ്പോൾ പഴയ പോലെ അല്ല, ആ വോട്ടിൻ്റെ രീതികളൊക്കെ മാറി. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ മുസ്ലിം വോട്ടുകൾ അവിടെ നിൽക്കട്ടെ, മുസ്ലിം വോട്ടുകൾ UDF LDF അനുകൂലമായേക്കാം. പക്ഷേ ഈ പൗരത്വ നിയമ ഭേദഗതിയെ ഇങ്ങനെ കണ്ടുമുട്ടി എതിർക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനിടയിൽ ആ രീതിയിലുള്ള സ്വീകാര്യതയില്ല. നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടക്കുന്ന അതിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ഞാനിതിലൊക്കെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരോ വൈദികരോ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രധാന വ്യക്തികളോ ആരും ഇതുമായിട്ട് ഒരു തരത്തിൽ സഹകരിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ D. കുര്യാക്കോസ് തൊടുപുഴ വെച്ച് നടത്തിയ വലിയ മഹാസമ്മേളനത്തിൽ D. കുര്യാക്കോസുണ്ട്, അവിടുത്തെ അത്യാവശ്യം കതറിട്ട കോൺഗ്രസ്സുകാരുണ്ട് ക്രിസ്ത്യൻസ്. അല്ലാതെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പ്രമുഖ വ്യക്തികൾ ആരും ഇതുമായിട്ട് ഒരു വിധത്തിൽ സഹകരിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് സമരം അനാവശ്യമാണെന്നൊരു തോന്നൽ നേരത്തെയുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ സാമുദായിക വികാരം ആളി കത്തിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ അത് ആരെ അനുകൂലമായിട്ട് ബാധിക്കും, ആരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ധ്രുവീകരണം ആയിരിക്കില്ല ചിലപ്പോൾ നടക്കും. അത് എനിക്ക് തോന്നുന്നു ഈ ഓരോ മണ്ഡലം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് പലതും വ്യത്യസ്ത രീതിയിലേക്ക് പോകും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പല പഠനങ്ങളിലും പല രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം. UDF കഴിഞ്ഞ കൊടുത്ത പോലെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ശബരിമല പോലുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളില്ല. പക്ഷേ UDF അനുകൂലമായൊരു പ്രധാന ഘടകം എന്താ വെച്ചാൽ ഈ LDF സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട്. അത് ഏത് സർക്കാരിനും 5 കൊല്ലം ഭരിക്കുമ്പോൾ ജനങ്ങളൊരു മാനസികമായിട്ട് എതിരാവും. പക്ഷേ ഈ സർക്കാരിനെ പറ്റിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ, ഒന്ന് ഈ SFIക്കാർ DYFIക്കാരൊക്കെ നടത്തുന്ന അക്രമോത്സുകമായിട്ടുള്ള സമരങ്ങൾ, അനാവശ്യ സമയത്ത് നടത്തുന്ന ബലപ്രയോഗം. പണ്ട് CITUകാരാണ് ഇതുപോലുള്ള ഗുണ്ടായുസം കാണിച്ചിട്ട് ആളുകളെ വെറുപ്പിച്ചത്. ഇപ്പോൾ അത് ഈ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്തിരിക്കും. അവസാന കലോത്സവത്തിൽ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊരു ഘടകമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ അനുകൂലമായൊരു ഘടകമായി മാറും. അതൊക്കെ അനുകൂലമായിട്ട് മാറും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴാണ്. സാധാരണ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഗുണമോ ദോഷമോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിക്കില്ല. കാരണം ഇത് കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കണം. അതിന് പുറമെ കടുത്ത ചൂടാണ്, വരൾച്ചയിലേക്ക് പോകുകയാണ്. കുടിവെള്ളക്ഷാമം വളരെ പ്രധാനമായിരിക്കും. കുടിവെള്ളക്ഷാമം കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റുപോയ സ്ഥാനാർത്ഥികൾ വരെയുണ്ട്. സത്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കുടിവെള്ളക്ഷാമം തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ ആളുകൾക്ക് ആ സമയത്ത് നമുക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്ന ആരെയാണ്? സ്ഥലം പാർലമെൻറ്റ് മെമ്പറാണ്. അപ്പോൾ താൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് എന്തുകൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ 19-1 ഇത്തവണ ആവർത്തിക്കൂ? 19-1 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ UDF വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഈ LDF സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു ഘടകം, ഇപ്പോൾ SFIക്കാരുടെ അക്രമം, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത്, അതുമല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഈ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം താളം തെറ്റി, ഇതൊക്കെ ജനങ്ങളെ ബാധിക്കും. റേഷൻ കടയിൽ ആവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ കേരളീയം പോലുള്ള പരിപാടികൾ. ഖജനാവിൽ ഒരു പൈസ ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ കേരളീയം നടത്തും. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് 140 മണ്ഡലങ്ങളിലും
മന്ത്രിമാർ ആനയും അമ്പാരിയും ആലവട്ടവും വെഞ്ചാപുരവുമായിട്ട് സഞ്ചരിക്കുന്നു. അതെ എന്നിട്ട് അതിന് യാത്രപ്പടി ഖജനാവിൽ എഴുതി എടുക്കുന്നു. അതെ അതെ. ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ശമ്പളം മുടക്കിയത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശ്വാസ മേനോൻ അല്ല, നമ്മുടെ ശിവദാസ മേനോൻ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ട്രഷറി ബാൻ ഉണ്ടായിരുന്നു. 26 ദിവസം ട്രഷറി ബാനായിരുന്നു. പക്ഷേ അതുപോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയിരുന്നു. ഇപ്പോൾ ശമ്പളം മുടക്കുന്നു, ശമ്പളം താമസിക്കുന്നു. ഇത് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തെ കൂടി വലിയ ധൂർത്ത് അനാമത്ത് നടക്കുന്നു. അതേ സമയത്ത് തന്നെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പോലും സമയത്തിന് കിട്ടാത്ത തോതിൽ സാമ്പത്തിക പ്രതിസന്ധി വളരും. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു വിപ്രതിപത്തി വലിയ എതിർപ്പായിട്ട് മാറും. അതാണ് UDFൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ്. പക്ഷേ അത് എത്രത്തോളം UDFന് അത് ക്യാഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതെ, അത് UDFനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ LDF ആണെങ്കിൽ ഇതുപോലൊരു കാര്യത്തിൽ വളരെയധികം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. ഓരോ ചെറിയ കാര്യവും അവർ ഭയങ്കരമായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ചെറിയ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ടാക്കിക്കൂട്ടും. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം പോലൊരു വിഷയം വരുന്നു. അത് ജനമനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമല്ലേ, ചെറുപ്പക്കാരൻ. അതെ, അതിൽ SFI പോലെ ഒരു വിപ്ലവ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള അനിഷേധ്യമായ പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ക്യാഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജനങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇവർ ജീവിക്കുന്നത്. ആ കേസിൽ CBIക്ക് വിട്ടു എന്നുള്ളത് സമീപകാലത്ത് CBIക്ക് വിട്ടു എന്നുള്ള ചെറിയൊരു ആശ്വാസമാണ്. അതുകൂടി ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയത്. അത് അവസാനം മുഖം രക്ഷിക്കാൻ. അതെ, അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഈ LDFൻ്റെ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് സത്യത്തിൽ UDFനെ ഗുണകരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ UDFന് ശരിക്കും ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും സ്ഥാനാർത്ഥികളും സിറ്റിംഗ് MP-മാരാണ്. ഇപ്പോൾ 19 പേര് സിറ്റിംഗ് ആയിരുന്നല്ലോ, അതിൽ ചാഴികാടൻ മറുഭാഗത്തേക്ക് മാറി. അതെ. അപ്പോൾ അത് ആ ഒരു സീറ്റ് ഇപ്പോൾ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത് അവിടെ ഒരു പുതുമുഖം എന്ന് വേണമെങ്കിൽ പറയാം. തനി പുതുമുഖമല്ല, അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് മെമ്പറായിരുന്നിട്ടുള്ള ആളാണ്. KM ജോർജ് സാറിൻ്റെ മകനാണ്. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്.